ഹൃദയങ്ങൾ തമ്മിൽ രഞ്ജിപ്പുണ്ടാക്കുകയും ഐക്യമുണ്ടാക്കുകയും അവരുടെ സഫുകൾ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് ദുആ ചെയ്യണം. ആ ദുആ ചെയ്യുമ്പോ തിരിഞ്ഞു നോക്കിയാൽ അവര് നിൽക്കുന്ന പള്ളികളിലുള്ള തൊട്ടടുത്ത് നിൽക്കുന്നവന്റെ കാലൊന്ന് ചേർത്ത് വെച്ച് സഫ് നേരെയാക്കുന്ന കാര്യം തന്നെ കഷ്ടത്തിലാണ്. അവനവനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ആലോചന ഇല്ല. അള്ളാഹു അതിന്ന് രക്ഷപ്പെടുത്തി നിൽക്കുമ്പോ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാനും തന്റെ ദീൻ പഠിക്കാൻ സൗകര്യം കിട്ടിയിട്ടുള്ള സമാധാനത്തിൽ സൗകര്യത്തിൽ കിട്ടിയിട്ടുള്ള സമയത്ത് നോക്കൂ നിങ്ങൾ, നസുറിനെ കുറിച്ചും തംകീനെ കുറിച്ചും അള്ളാന്റെ സഹായം, പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ അള്ളാന്റെ സഹായത്തെക്കുറിച്ച് പറയുന്ന നമുക്ക് വാഗ്ദാനം നൽകുന്ന ആയത്തുകളിലും ഹദീസുകളിലും ഒക്കെ എന്താണ് സൂചിപ്പിക്കുന്ന കാര്യം? അള്ളാഹ് നിങ്ങൾക്ക് ഭൂമിയിൽ സൗകര്യം തരും, ശത്രുക്കൾക്കതിൽ നസ്ർ തരും. എന്തു വേണം? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. അവർ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം, എന്നിൽ യാതൊന്നും പങ്കു ചേർക്കരുത്. അവർ നിർഭയരായിരിക്കുന്ന സമാധാനത്തിലായിരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനുള്ള ദിക്ർ നിലനിർത്തുന്ന, അള്ളാഹു അവരെ ഏൽപ്പിച്ചിട്ടുള്ള വാജിബുകൾ കൃത്യമായി നിറവേറ്റുന്നവരാണവർ. അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ് അഖാമുസ്സലാ വആതവുസ്സക്കാ വഅമറു ബിൽ മഅറൂഫ് വനഹവ അനിൽ മുൻകർ. ഭൂമിയിൽ അവർക്ക് സൗകര്യം കിട്ടിയിരിക്കുന്ന സമയത്ത് എന്താണ് അവരുടെ അവസ്ഥ? അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റുന്നവരാണ്. പ്രയാസം വരുന്ന ഘട്ടത്തിൽ അവർക്ക് സഹായം കിട്ടുന്നത് അപ്പോഴാണ്. അള്ളാഹ് ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലാണ്. നമ്മൾ ഇന്ന് ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ട വിഷയം ഇതാണ്. പലരും, നമുക്കറിയാം, പല ആളുകളും പല മസലകളും നാട്ടിൽ പലരും പലതും ചെയ്ത് കാണുമ്പോ അങ്കലാപ്പിലായിട്ട് ഓടുകയാണ്. എന്താണ് നമ്മൾ അതിൽ ചെയ്യേണ്ടത്? ചെയ്യാൻ പറ്റൂലേ? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇപ്പൊ ആലോചിക്കുകയാണ്. എന്നാൽ സൗകര്യമുള്ള സന്ദർഭങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു പോയി. ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. ഇപ്പൊ പല പള്ളികളിലും നാസിലത്തിന്റെ കുനൂത്ത് ഉണ്ടാവും. അതൊരു ഇസ്ലാമിക രാജ്യങ്ങളിലാണെങ്കിൽ അതിന് കൃത്യമായ അതോറിറ്റി ഉണ്ട്. അവര് അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ചെയ്യണം. അത് സന്ദർഭം, അത് നോക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം അവർക്കാണ്. അവര് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാം. പിന്നെ സുബൈന്റെ സാധാരണ നടക്കുന്ന കുനൂത്ത് പോലത്തെ ബിദ്അത്തിന്റെ കുനൂത്തല്ല, നാസിലത്തിന്റെ കുനൂത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളതാണ്. ഇനി ഒരു പള്ളിയിൽ, നമ്മൾ അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രങ്ങളൊന്നല്ലാത്ത നമ്മുടെ നാട് പോലുള്ളിടത്തൊക്കെ ആണെങ്കിൽ ഒരു പള്ളിയിലെ ഇമാമ് അദ്ദേഹം ആ വിഷയത്തിന്റെ ഗൗരവം കണ്ടിട്ട് അതിനു വേണ്ടി ചെയ്യാൻ തീരുമാനിച്ച ചെയ്യാം. പക്ഷേ അതിലെ വാക്കുകൾ എന്താണ്? എന്താ പറയേണ്ടത്? അക്രമികളായ ഖവാരിജികളുടെ പിൻഗാമികൾ അവർ ചെയ്തു വെച്ച ഉൽമ്, എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ഹമാസിന് വേണ്ടി ദുആ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനെ അമ്മയും പറയാൻ നടക്കണം നമ്മൾ. അപ്പൊ പറ്റൂലേ? എന്ത് വാക്കുപയോഗിക്കണം? ആ വാക്കുകൾ എന്തായിരിക്കണം? ഇതൊക്കെ ഇപ്പൊ നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി നടന്നാ കിട്ടണതല്ല. ഇതൊക്കെ സൗകര്യത്തിൽ ഇരുന്ന് പഠിപ്പിക്കപ്പെടുകയും പഠിക്കാനിരിക്കാനുള്ള സൗകര്യമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ നമ്മൾ എവിടെയിരുന്നു? ഇതുപോലെ ഒരുപാട്, ഒന്നും രണ്ടൊന്നല്ല, ഓരോന്ന് വരും. പല തരത്തിലുള്ള വികാരങ്ങൾ വരും. എല്ലാവരും കയറിയിട്ട് അതിലൊക്കെ അഭിപ്രായം പറയും. അപ്പോ എന്ത് നമ്മൾ ചെയ്യണം? നമ്മുടെ അഖീദ എന്താണ്? നമ്മുടെ ദീൻ എന്താണ്? ഹഖ് എന്താണ് എന്നുള്ളത് അത് ആ സമയത്തല്ല അന്വേഷിക്കേണ്ടത്. അതിന് മുൻപേ അന്വേഷിച്ചു പോകേണ്ടിയിരുന്നു. അതിനു മുൻപേ പഠിച്ചു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഫിത്നകൾ വന്നു ഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിയില്ല, തന്റെ ഇടമില്ല, വിവേകമില്ല, വികാരങ്ങൾ മാത്രമായിരിക്കും. ജനങ്ങൾ വികാരം കൊണ്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. ആ സന്ദർഭത്തിൽ അതിലേക്കൊന്നും പോകാതെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറയുമ്പോൾ അവരൊക്കെ പറയും, ഫിത്നകളെ സംബന്ധിച്ച് അതിൽ അഭിപ്രായം പറയേണ്ടത് കിബാറുകളാണ്. എന്നിട്ട് എല്ലാ ജാഹിലും കയറിയിട്ട് അഭിപ്രായം പറയുകയും ചെയ്യും. അപ്പൊ കിബാറുകളായ ഉലമാക്കൾ അവർ പറഞ്ഞിട്ടുള്ളതും അവരുടെ നിലപാടുകളും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, എവിടെ പോയിട്ടില്ല. അതിന്മേൽ ഒട്ടി നിൽക്കുക എന്നുള്ളതാണ്, മുലാസമത്താണ്
മുലാസമത്തു സുന്ന മുലാസമത്തുൽ ഉലമാ സുന്ന, അതാണ് നമുക്ക് ഉലമാ സുന്ന, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഹക്കിന്മേൽ നമ്മൾ ആ മുലാസമത്ത്, അള്ളാഹുവിനോട് ഫിത്നകളിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ട് ദുആ ചെയ്ത് ഹക്കിന്മേൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രയാസമില്ല. അല്ല എങ്കിൽ ഫിത്നകൾ, അതിന്റെ സ്ഥിതി ഇതാണ്. അതുകൊണ്ട് ഇത് ഞാൻ ഒരു മുഖദ്ദിമ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചത്. കാര്യങ്ങൾ അതിന്റെ കൃത്യമായ സ്രോതസ്സുകളിൽ നിന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കി പഠിച്ച് തന്നെ പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. فأكتفي بهذا القدر وأسأل الله العظيم رب العرش العظيم أن يتولانا جميعا في الدنيا والآخرة وأن يجعلنا من الهداة المهتدين غير ضالين ولا مضلين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.